പോർതൊഴിലിന്റെ ഡയറക്ടർ വിഘ്നേഷ് രാജ ഇപ്പൊ ധനുഷുമായി ചേർന്ന് വന്നിരിക്കുന്ന സിനിമയാണ് കര. കര എന്ന പേരിട്ടത് കരസ്വാമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അല്ലാതെ വേറെ ഒരുപാട് പേര് സിനിമയിൽ കരയനുണ്ട്, ഇനി അതുകൊണ്ടാണ് എന്നിട്ട് തന്നൂടെ. കര എന്നാണ് പേര്. ഈ സിനിമ ഒരു ഹേസ്റ്റ് ത്രില്ലർ ഉണ്ട് ഒരു സൈഡിൽ, മെയിനായിട്ട് അത് തന്നെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ത്രില്ലിംഗ് സംഭവം വരുമ്പം അതിന്റെ അപ്പുറത്ത് ഇപ്പൊ ധനുഷിന്റെ സിനിമയിൽ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ധനുഷാണോ ഡയറക്ട് ചെയ്തത് എനിക്ക് അറിയൂടാ എല്ലാ പടങ്ങളും. പണ്ട് വിജയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എല്ലാ സിനിമയിലും രക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് വിജയുടെ പടം വിജയാണ് ഡയറക്ട് ചെയ്യണമെന്ന്. ഏത് ഡയറക്ടർ എടുത്താലും വിജയുടെ പടം എല്ലാം ഒരേപോലെ ഇരിക്കും എന്നുള്ളത്. അതുപോലെയാണ് ഈ ഇടയ്ക്ക് ധനുഷിന്റെ പടങ്ങൾ വരുന്നത്. എല്ലാത്തിലും ഒരു അച്ഛൻ, ഗ്രാമത്തിലുള്ള ഒരു അച്ഛൻ, പിന്നെ മണ്ണ്, കൃഷി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ ഇമോഷൻസും പരിപാടികളൊക്കെ ഇത് അളിയും വീണ്ടും വീണ്ടും വിട്ട് ഇതോടെ ഇതൊരു ത്രില്ലർ പടത്തിൽ അതും കൂടി കയറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ഈ പടം തുടക്കത്തിൽ ഇതിൽ തേനി ഈശ്വറിന്റെ സിനിമോട്ടോഗ്രഫി ഗംഭീരമാണേ. തുടക്കം ഇയാള് മോഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൽ ഒരു ഫൈറ്റ് പരിപാടി വരുന്നുണ്ട്. അവിടുത്തെ സിനിമോട്ടോഗ്രഫി അതെന്ന് പറഞ്ഞാൽ രാത്രി ഒരു ഇരുട്ട് ഉള്ള ഒരു സ്ഥലമാണ്, ഒരു റൂം, ഒരു വീട്. അവിടെ അത് ചെയ്തു സിംഗിൾ ഷോട്ട് ഒരു സാധനമുണ്ട്. ഇത് കൊണ്ട് ഹിറ്റഡായത് എന്ന് ഞാൻ ഞെട്ടിപ്പോയി. ചില സിനിമകൾ നമ്മൾ തുടക്കം കാണുമ്പോൾ തന്നെ ഒരു 1-2 ഫ്രെയിംസ് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പവർ വരും. ഒരു ഗംഭീര സിനിമയാണല്ലോ നമ്മൾ കണ്ടോണ്ടിരിക്കണേ എന്നുള്ളൊരു സാധനം വരുവേ. അത് ഈ പടത്തിൽ വന്നു. ഇത് കിണ്ണ സാധനമാണ് ഞാൻ അങ്ങോട്ട് കാണാൻ പോണത്. വെടിക്കെട്ടൈറ്റം ആയിരിക്കും. അമ്മാതിരിയാണ് തുടക്കം എടുത്ത് വെച്ചിരിക്കണേ. അവിടെ സ്കോറ് നമ്മുടെ ജി പ്രകാശ് കുമാർ, അത് വേറൊരു എല്ലാ മാസവും ഒരു ബോംബ് പൊട്ടിക്കുകയും ചെയ്യും അഭിനയിച്ച്. എന്നാൽ അതോടൊപ്പം നല്ല സിനിമ മ്യൂസിക് ചെയ്ത് വിടുകയും ചെയ്യും. നല്ല മ്യൂസിക്കുകൾ ഇതിലും അങ്ങനെ തന്നെ. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. അതങ്ങനെ സാധനങ്ങൾ നിൽക്കാറുണ്ട്. അതൊക്കെ വെച്ചിട്ട് തുടക്കം ഒരു സാധനം കണ്ടപ്പം പരിപാടി സെറ്റ് എന്ന് വിചാരിച്ച് പടം നേരെ പോവുകയാണ്. നമ്മുടെ KS രവികുമാറൊക്കെ വരുന്നുണ്ട്. പല്ലൊക്കെ വെച്ചിട്ട് ഒരു ഗെറ്റപ്പൊക്കെ മാറി. ആദ്യം മനസ്സിലായില്ല പുള്ളിയാണ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ. പിന്നെ ഗ്രാമം, കൃഷി, അവിടുത്തെ ദുരവസ്ഥ, കാര്യങ്ങൾ, കുറേ നേരം ഇത് നേരെ ട്രാക്ക് മാറി സീരിയലിലോട്ടങ്ങ് പോകണം. സീരിയൽ എന്ന് പറഞ്ഞാൽ കണ്ണീർ സീരിയൽ, ഇമോഷൻ പരിപാടി. ആ ഇഡലി കടയിൽ വന്ന സെയിം ഏകദേശം അതുപോലത്തെ സാധനങ്ങളൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോഴേ അറിയാം ഇത് എങ്ങോട്ട് പോകണം എന്നുള്ളത്. ആ സമയത്തുള്ള സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ വരുമെന്നറിയാം. അത് കുറേ നേരമായിട്ട് വലിച്ച് ഇഴച്ച് നീട്ടി പരതി പോയെടുക്കും. ഓയോ എങ്ങനെ വന്ന പടം ഏത് ബാക്കിന് പോയെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് തേഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ത്രില്ലിംഗ് പരിപാടിയുണ്ട്. അതിനകത്ത് സീറ്റഡ്ജ് പരിപാടികളുണ്ട്. സീറ്റഡ്ജ് പരിപാടിക്ക് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നു. അപ്പോൾ സീറ്റഡ്ജ് കാണിക്കണോ എന്ന് വിചാരിച്ച് കുറച്ച് കാര്യങ്ങൾ കയറ്റി വെച്ചതുപോലെ ലോജിക്കില്ല ഇതിന്. പല രംഗങ്ങളും ലോജിക്കില്ല. നടക്കാൻ പോണ കേസൊന്നും അല്ല എന്നുള്ളത് നമുക്ക് എവിഡൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവരത് ഒരു സീറ്റഡ്ജ് പോലെ ഇങ്ങനെ കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സീറ്റഡ്ജ് അല്ലേ ഒന്ന് ത്രില്ലടിച്ചിരിക്കാന്ന് വിചാരിച്ച് ചില സീനുകളൊക്കെ നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പം ഇയാൾ മോട്ടിക്കാൻ കയറുന്ന സാധനങ്ങൾ എങ്ങനെ അകത്ത് കയറുന്നു, അവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ കുറച്ച് വെറൈറ്റി സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കൊള്ളായിരുന്നു. അപ്പം ഇതാണ് ഈ ഒരു സീരിയൽ ആയ സമയത്ത് ഈ പടം ഭയങ്കര ഒരു താഴെ പോയി, ലാഗടിച്ച് അങ്ങനെ പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂട് വരുന്നുണ്ട്, പോലീസ് ഭരത എസ് ഐ അല്ലേ വേറെ എന്തിനാണ്. സുരാജ് വന്ന് നിന്നിട്ട് സുരാജിന് പത്രത്തിൽ പടം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പോലീസ് ഓഫീസർ. മണ്ടനാണ്, പക്ഷെ ഭയങ്കര ബുദ്ധിമാനായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. ലോകത്താരും ചിന്തിക്കാത്ത രീതിയിൽ ഒരേപോലെ ഇതുപോലത്തെ സിനിമക്ക് ഒരു പ്രത്യേകത. വില്ലനും നായകനും ഒരേ രീതിയിൽ ചിന്തിക്കും. മറ്റേ 10 മണിക്ക് അയാൾ അവിടെ എത്താൻ സാധ്യത ഉണ്ടെന്ന് വിചാരിക്കും, ദേവനും എന്നാൽ 9:45 പോവാം. ഇങ്ങനെ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന വില്ലനും നായകനുമാണ്. പക്ഷേ അത് മാറ്റി വെച്ച് നിർത്തി, അത് സംവിധായകന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ ഇവർ രണ്ടും ചിന്തിക്കുള്ളൂ. അത് മാറ്റി നിർത്തി വെച്ചാൽ ഇയാൾ മണ്ടനാണ് സുരാജ്. കാരണം ഒരേ ടൈപ്പ് ഓഫ് സ്ഥലങ്ങളിൽ ഒരേപോലത്തെ ഇൻസിഡന്റ് നടന്നു വരുമ്പോൾ അതിന് എങ്ങനെയെങ്കിലും ഒരു രീതിയിൽ ഒരാൾ കണക്റ്റഡ് ആയിരിക്കുമല്ലോ. ആ രീതിയിലൊന്ന് അന്വേഷിക്കാമല്ലോ. ഇങ്ങനെ അങ്ങ് പോവുകയാണ്. സെക്കൻഡ് ഹാഫ് വരുന്നു. കുറേ സീനുകൾ ഈ പറഞ്ഞ വീണ്ടും സീറ്റഡ്ജ്, ഈ പറഞ്ഞ റോബറി നടക്കുന്ന സമയത്ത് നമുക്കൊരു സാധനം വരുന്നുണ്ട്. ഇവരെങ്ങനെ ഊരുവോ കയറുവോ പിടിക്കുവോ എന്നുള്ളത്. കെൻ കരുണാസ് ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. കെൻ കരുണാസ് അല്ലല്ല, അവൻ്റെ അച്ഛൻ കരുണാസ് അതിനകത്തുണ്ട്. ഇദ്ദേഹത്തിന് കൂടെ നടക്കുന്നുണ്ട്. പിന്നെ വേറൊരു പയ്യൻ കൂടിയുണ്ട്, എൻ്റെ പേര് പൃഥ്വി പാണ്ഡുരാജ്. അവൻ രസമായിരുന്നു കേട്ടോ പയ്യൻ. പിന്നെ വരികയാണ് നമ്മുടെ ജയറാമേട്ടൻ. നിൽക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ഈ പാപ്പപ്പായിട്ടാണ് നടക്കുകയാണ്. ഫ്രഷ് ക്യാരക്ടറാണ് കേട്ടോ. ഫ്രഷ് ക്യാരക്ടർ ഇത് എങ്ങോട്ട് പോകുന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ഈ മോഷണമൊക്കെ കണ്ട്, മോഷണം എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഒരു തെറ്റാണ് നായകൻ ചെയ്യുന്നത്. തെറ്റ് നായകൻ ചെയ്യുമ്പോൾ നമ്മൾ നായകൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ നായകൻ്റെ ഭാഗത്തൊരു ന്യായം, ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് തോന്നണം. അയാൾ ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോമഡി പടമായിരിക്കണം, എൻ്റർടൈൻമെൻറ്റ് ഒക്കെ വിട്. അയാൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിലും ഒരു മാസമായിട്ടുള്ളൊരു സാധനം ഫീൽ ചെയ്യണം. അല്ലെങ്കിൽ ഇമോഷണലായിട്ട് അയാൾക്ക് രക്ഷപ്പെടണം എന്നുള്ളത് നമുക്കൂടി തോന്നണ്ടേ. അയാൾ മോഷ്ടിക്കണം, അവന് കിട്ടണമെന്നുള്ളത്. ഇതിനുള്ള കോസ് എന്ന് പറയുന്നത് ഭയങ്കര കോമഡി ആയിപ്പോയി. ഇവൻ എന്തിനാണ് മോഷ്ടിക്കാൻ പോണത്,
അത് ഭയങ്കര കോമഡി ആയിപ്പോയി. ഇപ്പം ഒരു കാര്യം ഒരിടത്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് ചെയ്യണമെന്നുള്ളതാണ് പ്രധാന കാര്യം. എങ്കിൽ അവിടെ ചെയ്യണ്ട, അത് ഒറ്റ വീടൊക്കെ ഉണ്ടല്ലോ, വീടിന്റെ സൈഡിലൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെയൊന്നുമില്ല. അതിന് വേറെ വളഞ്ഞ് കുത്തി വേറെ ഏതൊക്കെ രീതിയിലൊക്കെയാണ് ഇയാൾ ചെയ്യണം. അത് നടത്തിയെടുക്കാൻ വേണ്ടി പൈസ വേണം, അതിന് വേണ്ടിയിട്ട് മോഷണം നടത്തുന്നത്. ഇതൊന്നും ഒട്ടും കൺവിൻസ്ഡ് ആയിട്ട് വന്നില്ല. ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറായിട്ട് ഒരു കണക്ഷൻ നമുക്ക് ഒരിടത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത് വേറെ നൂലുവിട്ട പട്ടം പോലെയാണ് ധനുഷ് പോണത്. ധനുഷ് മാത്രമല്ല, ഒരുപാട് സിനിമയിൽ ഇതുപോലത്തെ ഒരു നിവൃത്തി ഇല്ലാതെ ദാരിദ്ര്യമുള്ള ഒരു ക്യാരക്ടർ വന്നിട്ട് അവന്റെ കരച്ചിലും അതേ സ്ഥിരം അഭിനയം, സ്ഥിരം ഈ ഒരു ഇതുപോലെ. ഇപ്പം നമ്മൾ ഇതിലെ ഒരു സീനിൽ ഇയാള് ഒരു ഫ്രെയിം നമുക്ക് കാണിച്ചിട്ട് ഇതാണോ അതോ ഇഡ്ഡലി കടയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരിക അതിലാണ്. കാരണം എല്ലാത്തിലും ഒരേ സംഭവം. അതേപോലെ ക്യാരക്ടർ, അതായത് അഭിനയത്തിന്റെ പ്രശ്നമല്ല ഞാൻ പറഞ്ഞത്, ക്യാരക്ടർ എങ്ങനെയാണ്, സിറ്റുവേഷൻസ് മാത്രം ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു, ലുക്കും കാര്യങ്ങളും എല്ലാം ഏകദേശം അതുപോലെ തന്നെ. പിന്നെ അപ്പം ഇത് മോഷണം വരുമ്പോൾ മോഷണം കണ്ടോണ്ടിരിക്കുക എന്നുള്ളത്, ഇത് അറിവോ ഇല്ലയോ, പരിപാടി പോളയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ വരുന്നുണ്ട്. പിന്നെയും ഈ കൃഷിയുടെ പരിപാടി വരുമ്പം അതിൽ തന്നെ ലോണ് കൊടുക്കുന്നവരെല്ലാം ക്രൂരന്മാരാണ്, വീട് തിരിച്ചു ചോദിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടാ, നമുക്ക് ഒറ്റയടിക്ക് പൈസ എടുക്കാൻ പറ്റാത്തപ്പം പലിശ അടയ്ക്കണം എന്നുള്ള ബോധം ഉണ്ടായിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യണത്. ഇതിൽ പറയണത് അവർക്ക് അതിനെക്കുറിച്ചുള്ള വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട്, എത്ര അടയ്ക്കണം എന്നുള്ള വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ലോൺ എടുത്ത് പറ്റിപ്പോയതാണേ. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാക്കണ പരിപാടിക്ക് പോവുക. ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം നടത്തിയിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇന്നോട്ട് ഇറങ്ങുക. ഇല്ലെങ്കിൽ ഉള്ള പൈസയ്ക്ക് ഉള്ള കഞ്ഞിയും കുടിച്ച് ജീവിക്കുക. ലോൺ എടുത്ത് വെച്ചിട്ട് അത് അടയ്ക്കാനും പറ്റൂല, എന്നിട്ട് അവിടെ കൃഷിയാണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ച് ഒരു സൈഡിൽ സൂചിപ്പിച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് പരിപാടി നടക്കുമോ? അങ്ങനത്തെ ടിപ്പിക്കൽ പഴയ പരിപാടി ഉണ്ടല്ലോ. ഒരു സൈഡിൽ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പുറത്ത് പാവപ്പെട്ട ഇത് കണ്ട് മടുത്ത് ഇതില് ഈ പറയണ. പക്ഷെ ഒരു കാര്യം ഈ കൃഷിക്കാരെ കാണിക്കുന്ന പറഞ്ഞാൽ അവർക്ക് വിളവെടുത്ത് കിട്ടുന്ന ലാഭത്തിനേക്കാളും കൂടുതൽ അവർക്ക് അത് കത്തിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആയിട്ട് കിട്ടുമെന്നുള്ള അവസ്ഥയിൽ കൃഷിക്കാരന്മാർ കഷ്ടപ്പെടുകയാണ് എന്നുള്ളൊക്കെ ഒരു രീതിയിലുള്ള ഒരു സൈഡ്. ആ സൈഡ് തീരെ എനിക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. പക്ഷേ ഈ പറഞ്ഞ മോഷണത്തിന്റെ പരിപാടിയൊക്കെ കൊള്ളായിരുന്നു. ക്ലൈമാക്സിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു എന്നുള്ള വിചാരിച്ചു. മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരിക്കൽ കാണാവുന്ന ഒരു സിനിമയാണ് കേട്ടോ. അത് മറ്റേ ഇഡ്ഡലി കട പോലെ മറ്റേ ക്രിഞ്ച് ഫെസ്റ്റ് അല്ല, ക്രിഞ്ച് ഉണ്ട്, എന്നാലും വേണമെങ്കിൽ ഈ കുറച്ച് സീറ്റച്ച് പരിപാടികൾ ഒരു കൊണ്ടുവന്നിട്ടുണ്ട്. അത് അവിടെ ആയിട്ട് കൊള്ളായിരുന്നു. അതൊക്കെ കൊള്ളോട്ട് ഒരു തവണ വേണമെങ്കിൽ കാണാമെന്നുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ മമിത ബൈജു ഉണ്ട്. മമിത ബൈജുവിന് ഡേറ്റ് കിട്ടുന്ന മുറയ്ക്ക് വന്നിട്ട് ഇടയ്ക്ക് ഞാനിവിടെ ഉണ്ട് കേട്ടോ, ഇന്ന് കാണിച്ചിട്ട് പോകുന്ന ഒരു കഥാപാത്രം. ഇടയ്ക്ക് ഈ കരച്ചിലുണ്ട്, എല്ലാ സിനിമയിലുള്ള കരച്ചിൽ തന്നെ ഇതിലും അതുപോലെ വന്നിട്ടുണ്ട്. വന്ന് നായകൻ്റെ അടുത്ത് കരയും, നായകേന്ദ്രൻ പറയുമ്പം ഓക്കെ കൺവിൻസ്ഡ്, അങ്ങനത്തെ ഒരു ക്യാരക്ടർ മമിത ബൈജു. പിന്നെ അബു സലീമൊക്കെ ഉണ്ട്, ഒരു സീനിൽ വന്നിട്ടുണ്ട്. പിന്നെ ശ്രീജ രവി അമ്മയായിട്ട് വന്നിട്ടുണ്ട്, ടിപ്പിക്കൽ ഒരമ്മ, വേറെ ഒന്നുമില്ല. പിന്നെ ടെക്നിക്കൽ സൈഡ് അത്യാവശ്യം വൃത്തിയുണ്ട്. ജി വി പ്രകാശ് കുമാറിൻ്റെ മ്യൂസിക്, തേനീശ്വറിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ സിനിമാറ്റോഗ്രാഫി വളരെ നന്നായിരുന്നു. ശ്രീ സാരംഗിൻ്റെ എഡിറ്റിംഗ് നന്നായിരുന്നു. മായപ്പണ്ടിയുടെ ആർട്ട് നന്നായിരുന്നു. പിന്നെ സൗണ്ട് മിക്സിങ് MR രാജകൃഷ്ണൻ, ആ പരിപാടിയൊക്കെ കൊള്ളായിരുന്നു. എസ്പെഷ്യലി സൂരാജിനെ കാണിക്കുമ്പോഴേക്കുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി കടയൊക്കെ കണ്ട് നിങ്ങൾ കരഞ്ഞ് മെഴുകി ഈ ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു ത്രില്ലറും കൂടി വെച്ചിട്ടുണ്ട്, രണ്ടും കൂടി ആസ്വദിക്കാം. പോയി കണ്ടോ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാ വരട്ടെ.